നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതവിടെ കിടന്നോട്ടെ മോളെ. വേണ്ടമ്മേ, അതിനുള്ള യോഗമില്ല, ഞാൻ പറഞ്ഞല്ലോ. അമ്മേ, ആരും വരുന്നുണ്ടല്ലോ. നിത്യ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണോ? ഇറങ്ങാ. അല്ല, എന്താ ഇതൊക്കെയായിട്ട്? വീട്ടിലൊരു ഐശ്വര്യപൂജയുണ്ട്. ബന്ധുക്കളും ചുറ്റുപാടുള്ളവരെയൊക്കെ ക്ഷണിക്കണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുജാത മക്കളെ രണ്ടുപേരും കൂട്ടി പൂജയെ പങ്കെടുക്കണം. അതിനെന്താ, നല്ല കാര്യല്ലേ? അതെ, പൂജ നടക്കുന്ന കൂട്ടത്തില് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ആരുടെ പേരിലാണെന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മതി. അദ്ദേഹം അതിനും പ്രത്യേക പൂജ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യേക പൂജ ചെയ്യാനുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട്. ഇത് പൂജയുടെ ചടങ്ങാ. ഞങ്ങൾ എന്നാ ഇറങ്ങട്ടെ. അതവിടെ കിടന്നോട്ടെ മോളെ.
വേണ്ടമ്മേ, അതിനുള്ള യോഗമില്ല. ഞാൻ പറഞ്ഞല്ലോ. എത്ര കാലം നീ ഇങ്ങനെ തനിച്ച് ജീവിക്കുന്നത്? നിനക്കൊരു ജീവിതം വേണ്ടേ? ഇത് ജീവിതമല്ലേ? അമ്മയെ സ്നേഹിക്കുന്നതും ജ്യോതിയെ സ്നേഹിക്കുന്നതും ആദിയെ കളിപ്പിക്കുന്നതും ഇതൊരു ജീവിതമല്ലേ അമ്മ? ഒരിക്കൽ പരീക്ഷിക്കപ്പെട്ട് തീയിൽ വീണതാ ഞാൻ. ഇനി പൊള്ളാൻ വയ്യ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. നമ്മളിപ്പോ ആലോചിക്കേണ്ടത് ജ്യോതിക്കൊരു ജീവിതം ഉണ്ടാക്കുന്നതിനെ കുറിച്ച്, അവളെ നിരാശയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിനെ കുറിച്ച്. മോനെ അമ്മ ഇന്ന് സ്കൂളിലാക്കിക്കോ. ഞാൻ ആ മാട്രിമോണിയുടെ ഓഫീസ് വരെ ഒന്ന് പോയിട്ട് ജ്യോതിക്ക് പറ്റിയ എന്തെങ്കിലും ആലോചന ഉണ്ടോ എന്ന് നോക്കാം. ബാഗ് സുജു പോയാലോ? നിത്യമ്മ പോവാം. ആ നിത്യമ്മയുടെ നെറ്റിയിൽ പൊട്ടി വെച്ചല്ലോ, കാണാൻ നല്ല രസമുണ്ടേ. സുജു പോവാം. പോകാം. ബാഗ് എവിടെ? അവിടെ. ആ വാ. ആ ആ കഴിക്കേ. ആ കഴിക്കേ. അമ്മാവാ, ആ അമ്മാവിനടുത്ത് കഴിച്ചോളണേ. എനിക്ക് സ്കൂളിലൊന്നും പോകാനില്ലല്ലോ. ഞാൻ സമാധാനത്തിൽ കഴിച്ചോളാം. സമാധാനത്തിൽ കഴിച്ചോളാം എന്നൊക്കെ പറയും. ആ എന്നിട്ട് അതുപോലെ ഭക്ഷണം അവിടെ ഇരിക്കുകയും ചെയ്യും. ഇന്നെങ്ങാനും കഴിക്കാതെ അവിടെ വച്ചിരിക്കുന്നത് കണ്ട വാ. അപ്പൂപ്പൻ എന്ത് മണ്ടത്തരായി കാണിക്കുന്നത്? ഈ വെള്ളം കൊണ്ട് വെച്ചതോ? അതല്ല, പിന്നെ കഴിക്കുന്നില്ലെങ്കിലേ അച്ഛൻ വരുന്നതിന് മുൻപ് അതെടുത്ത് കളഞ്ഞൂടെ? അതെന്തിന്? അയ്യോ, ഇടി, ഇടി, ഇടി. നീ അപ്പൂപ്പനെ ഉപദേശിച്ച് വഷളാക്കല്ലേ. കഴിയങ്ങോട്ട്. മതി. എന്നാ വാ, കൈ കഴിയോ. ഞാൻ ഇറക്കാം. വാ. വേഗം വാ. ഓ ചെല്ലേ. ആ കല്യാണി, ഒന്ന് വേഗം വന്ന് കേറ്. ദാ വരുന്നു. കേറുവല്ലേ? പോവാം. പോവാം. ഒന്ന് നിന്നേ. ഉം. നീയേ ആ മാട്രിമോണിയുടെ ഓഫീസർ ഒന്ന് ചെല്ലണം. എന്തിന്? അല്ല, അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. അമ്മാവന് വേറെ പണിയൊന്നുമില്ലേ? അതല്ലടാ, ഞാൻ എത്ര തവണയായി പറയുന്നു എനിക്ക് ഈ വക കാര്യങ്ങളൊന്നും താല്പര്യമില്ലെന്ന്. നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഞാൻ കാണുന്നതല്ലേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.